വി ഡി സതീശനായി പത്തനംതിട്ടയിൽ പ്രതിഷേധ പ്രകടനവുമായി അനുകൂലികൾ. സാമൂഹിക കൂട്ടായ്മ എന്ന പേരിലാണ് പ്രതിഷേധക്കാർ എത്തിയത്. ബാനറിൽ വി ഡി സതീശന്റെ ചിത്രത്തോടൊപ്പം ഉമ്മൻചാണ്ടിയുടെയും ചിത്രമുണ്ട്. ശ്രീരാജ് ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീരാജ്, ഇപ്പോഴും അവസാനവട്ട ചർച്ചകൾ, ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആ പ്രതിഷേധങ്ങൾക്ക് ഒരു കുറവുമില്ല. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രതിഷേധം ഈ രീതിയിൽ തുടരുകയാണ്. രുചിഷ്, 3 കോൺഗ്രസ് നേതാക്കളുടെ പേരുകളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ ചുറ്റിത്തിരിയുകയാണ്. പത്തനംതിട്ട നഗരത്തിൽ വി ഡി സതീശൻ അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മുന്നിട്ടിറങ്ങി സാമൂഹിക കൂട്ടായ്മ എന്ന പേരിൽ ഒരു പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങിയത്. അബാൻ ജംഗ്ഷൻ മുതൽ ഗാന്ധി സ്ക്വയറിനടുത്ത് വരെയായിരുന്നു അവരുടെ പ്രതിഷേധമുണ്ടായിരുന്നത്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നതാണ് അവരുടെ ആവശ്യം. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നാണ് ബാനറിലുള്ളത്. വി ഡി സതീശന് ഐക്യദാർഢ്യം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വി ഡി സതീശന്റെ ചിത്രത്തോടൊപ്പം ഉമ്മൻചാണ്ടിയുടെ ചിത്രവും ഈ ബാനറിലുണ്ട്. ചേട്ടാ, എന്താണ് നിങ്ങളുടെ ആവശ്യം? എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വരാൻ കാരണം? ഞങ്ങൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം. എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ടതാ. പക്ഷേ വി ഡി സതീശൻ എന്നൊരു വ്യക്തിയെ കൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്രയും ഭൂരിപക്ഷം കിട്ടാൻ കാരണം. തെരഞ്ഞെടുപ്പ് നയിച്ചത് സതീശനാണ്. സതീശൻ തന്നെയാണ്. സതീശനാണ് എൻ്റെ മുൻ കപ്പി. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. താഴെ കടയിലുള്ളത് തൊട്ട് മേലെ എല്ലാ നേതാക്കന്മാരും, രാഹുൽ ഗാന്ധി തൊട്ട് താഴോട്ടുള്ളവരെല്ലാവരും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് വി ഡി സതീശനെ മുന്നേ നിർത്തിക്കൊണ്ടാണ് ഈ യുവജനങ്ങളും ഈ സ്ത്രീകളും പിന്നെ ജനങ്ങളും എല്ലാം ഒന്നിച്ചു നിന്ന് ഈ കുട്ടികൾ പോലും വി ഡി സതീശൻ അധികാരത്തിൽ കയറണം. അതെ, ഇവിടെ വിജയിച്ചത്. അതായത് നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുമ്പോൾ ഇതിനു മുമ്പ് 2008 ശേഷമുള്ള ഡീലിമിറ്റേഷൻ കാണണം. ഡീലിമിറ്റേഷൻ ശേഷം 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരുന്നത്. അന്നും ഈ പറയുന്ന സർക്കാരിനെതിരെ വലിയ വികാരം ഉണ്ടായിട്ട് പോലും കൃത്യമായി 72 സീറ്റിനാണ് നമുക്ക് അധികാരത്തിൽ വിടാനായിട്ട് സ്ട്രാറ്റജിയാണ് തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കാൻ കാരണമെന്നാണ്. അതെ അതെ. അതായത് കേരളത്തിൽ എക്കാലവും വിധി നിർണ്ണയിക്കുന്നത് ഏകദേശം 5% വരുന്ന നിഷ്പക്ഷ വോട്ടർമാരാണ്. അവർ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ സതീശനുണ്ട്. അവർ കൃത്യമായിട്ട് വോട്ട് ചെയ്തത് സതീശനാണ്. സതീശന്റെ നയങ്ങൾക്കാണ് അവർ വോട്ട് ചെയ്തത്. എല്ലാ കാലവും UDF വോട്ടിൽ നിന്ന് പുതിയ വോട്ടർമാർ, യുവജനങ്ങൾ UDF വോട്ട് ചെയ്യുകയില്ല. ആ ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് യുവജനങ്ങൾ UDF വോട്ട് ചെയ്തു. അതിനെല്ലാം സതീശ്, KC വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയൊക്കെ പേരാണ്, അവരുടെ പേരും പരിഗണിക്കുന്നുണ്ടല്ലോ. അപ്പം അവരുടെ പേര് പരിഗണിച്ച് അവസാനം വരുന്നത് വി ഡി സതീശൻ വരണമെന്നാണ് കേരള മക്കളുടെ ആഗ്രഹം, കേരള ജനങ്ങളുടെ ആഗ്രഹം. എന്ന് വെച്ചാൽ ജനങ്ങളുടെ വികാരമാണ്. അത് ഞങ്ങൾ പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പുറയിൽ ലക്ഷങ്ങളുണ്ട്. ലക്ഷങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ ഈ വെയിൽ കൊണ്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അതാണ് രുചീഷ്. പലയിടങ്ങളിലും സതീശന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് മുന്നിട്ട് വരുന്നത്. അവർക്ക് വി ഡി സതീശനാണ് തെരഞ്ഞെടുപ്പിൽ UDF നയിച്ചത്. അതുകൊണ്ട് സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. രുചീഷ്, ശ്രീരാജ്, അതായത് ഈ നമ്പറിൽ കാര്യമില്ല. അതായത് MLA-മാരുടെ ആർക്കാണ് ഭൂരിപക്ഷം എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുത്താൽ അത് ജനങ്ങളുടെ വികാരമല്ല എന്ന് പറയുകയാണ് പ്രവർത്തകർ. തീർച്ചയായും രുചിഷ്, അതായത് 3 പേരുകളിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ ചുറ്റിത്തിരിയുമ്പോൾ അതിൽ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമായും പറയുന്നത് വി ഡി സതീശൻ തന്നെ മുന്നിട്ട് വരണമെന്നാണ്. MLA-മാരുടെ പിന്തുണ നിർണായക ഘടകമാകുമെന്ന് നമുക്കറിയാം. പക്ഷേ അങ്ങനെ MLA-മാരുടെ പിന്തുണ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണെങ്കിൽ തന്നെയും ഈ പ്രവർത്തകർ പറയുന്നത് അവരുടെ പിന്തുണ വി ഡി സതീശനാണ്. അതിന് കാരണമായി അവർ പറയുന്നത് UDF-ന്റെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഘട്ടങ്ങളിലെല്ലാം തന്നെ UDF നയിച്ചിരുന്നതും ആ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി അവലംബിച്ചതും അത് നടപ്പിലാക്കിയതുമെല്ലാം വി ഡി സതീശന്റെ നേതൃത്വത്തിലായിരുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി UDF 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നപ്പോൾ ശ്രീരാജ്, എന്തായാലും വലിയ പ്രതിഷേധം പത്തനംതിട്ടയിലും നടക്കുകയാണ്. വി ഡി സതീശന് അനുകൂലമായ പ്രതിഷേധം നടക്കുകയാണ്.